മറ്റൊരു ചോദ്യം കൂടി. പനിക്കും വേദനയ്ക്കും സാധാരണയായി നൽകുന്ന പാരസെറ്റമോൾ ഗുളിക കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഒട്ടും ശരിയല്ല. പാരസെറ്റമോൾ ശരിക്കും ലിവറാണ് പറയാതെ. ഓക്കെ, പാരസെറ്റമോൾ പോയ്സണിങ് വരാറുണ്ട്. ലിവർ പ്രശ്നം വരാം. 4 ഗ്രാം ആണ് നമ്മുടെ ഹയർ ഡോസേജ് ഒരു ദിവസം. അതിൽ ഒരു 10 ഗ്രാമൊക്കെ കഴിച്ചാൽ എന്തായാലും ലിവർ പ്രോബ്ലം വരും. കിഡ്നി അല്ല, എന്തോ തെറ്റിദ്ധരിച്ചാണ് കിഡ്നി. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതാ പറഞ്ഞ 4 ഗ്രാം വരെ പെർ ഡേ 4 ഗ്രാം വരെ സേഫാണ്. അത് അഡൽട്ടിനാണ്, കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾ വിഷമായി കഴിക്കുന്നത്, വിഷമായി മരിക്കാൻ വേണ്ടി കഴിക്കുന്നത്, മറ്റേത് മരുന്നായി കഴിക്കുന്നത്. അല്ല, ഈ മറ്റ് അമേരിക്കയിലൊക്കെ ഒരു 200 പാരസെറ്റമോളും കൊക്കക്കോളയും കൂടെ ചേർത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ അത് അതിന് ചിലർക്ക് എല്ലാവർക്കും വിജയകരമായി പോകണമെന്നില്ല. ഒരു കുറച്ച് പേർക്ക് അത് അക്യൂട്ട് ഹെപ്പാറ്റിക് ഫെയിലിയർ വന്നിട്ട് അത് ലിവറാണ്. നമ്മൾ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കും കൊടുക്കാൻ സേഫ് ടാബ്ലറ്റാണ്. ലിവർ തന്നെ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർക്ക് പോലും പാരസെറ്റമോൾ കൊടുക്കാം ഒരു പരിധി വരെ. നമ്മൾ മോണിറ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. പാരസെറ്റമോൾ ഭയങ്കര സേഫാണ്. വൺ ഓഫ് ദി സേഫസ്റ്റ് ടാബ്ലറ്റ്സ് ആണ്. ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു. ലോകത്ത് ഓരോ ദിവസവും ചിലപ്പോൾ ഒരുമാതിരി ലക്ഷക്കണക്കിന് ടാബ്ലറ്റ് ആയിരിക്കും ആൾക്കാർ ദിവസവും കഴിക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് വളരെ നല്ല, വെള്ളത്തിനേക്കാൾ സേഫാണ്, റോഡിൽ കൂടെ നടക്കുന്നതിനേക്കാൾ സേഫാണ്. എന്തോ ഡൈക്ലോഫെനാക്ക് അങ്ങനെയല്ല, അതിനൊക്കെ കുറച്ചുകൂടെ സൈഡ് എഫക്റ്റ് പ്രൊഫൈൽ ഉണ്ട്. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ലല്ലോ, ഒരു അനാലിസിക്കായിട്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ 5-10 കൊല്ലം നമ്മൾ പുതിയ മരുന്ന് വന്നതിന് ശേഷം കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം പിൻവലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ജസ്റ്റ് ബാൻഡ് മെഡിസിൻസ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് കാണും. ഇന്ത്യൻ സാധനങ്ങളൊന്നും വരേണ്ടോ. എല്ലാ വർഷവും അല്ലെങ്കിൽ കൊല്ലത്തിൽ 2 പ്രാവശ്യം ഡ്രഗ് DGSO ഡ്രഗ് കൺട്രോളർ അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ബാൻഡ് മരുന്നുകളുടെ ഇങ്ങനെ പേര് കാണും. എന്നാൽ അത് മോഡേൺ മെഡിസിൻ മരുന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആയുർവേദം മരുന്നോ ഒരു ഹോമിയോ മരുന്നോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ആയുർവേദ മരുന്ന് ബാൻ ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹോമിയോ മരുന്ന് ബാൻ ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ബാൻ ചെയ്യാത്തതാണ്? അപ്പോൾ എന്തുകൊണ്ട് മോഡേൺ മെഡിസിൻ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയാം. ഈ ബാൻഡ് നിങ്ങൾ പറയുമെങ്കിലും അതിൻ്റെ അടിയിൽ വായിച്ചാൽ, പേപ്പറിൽ മുകളിൽ ബാൻഡ് എന്ന് പറഞ്ഞാലും അടിയിൽ വായിച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷനും വിതരണവും നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ ഇന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം അതിലെന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാം. പലതും പറഞ്ഞാൽ 95% അൺസയൻറ്റിഫിക് കോമ്പിനേഷൻസാണ്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കമ്പനികൾ തോന്നിയ പോലെ കോമ്പിനേഷൻസ് ഇറക്കും. ഇപ്പോൾ പാരസെറ്റമോൾ ചിലതിൽ 250, ചിലത് 325, ചിലത് 400, ചിലത് 500. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഡൈക്ലോഫെനാക്ക് 25, വേറെ ഇബുപ്രോഫൻ മറ്റും മറിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ഇഷ്ടം പോലെ മെഡിക്കൽ കമ്പനികൾ ഇറക്കുന്നുണ്ട്. പലപ്പോഴും അതിന് ലോക്കൽ ഡ്രഗ് അതായത് സംസ്ഥാന ആളുകൾ വഴി ആണ് പലപ്പോഴും അതിന് വിപണനത്തിന് അംഗീകാരം കിട്ടുക. അല്ലെങ്കിൽ പണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിപണനത്തിന് കൊടുത്തിട്ടുണ്ടാവും. ഇത് സയൻറ്റിഫിക് അല്ല എന്ന് മനസ്സിലാക്കാതെ. കോമ്പിനേഷൻ സയൻറ്റിഫിക് അല്ല. അത് 2 മരുന്നുകൾ കൂടി ഒരുമിച്ച് കൊടുത്തുകൊണ്ട് ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ 2 മരുന്ന് കൊടുക്കേണ്ടത് കൃത്യമായ ഡോസേജിലല്ല. പാരസെറ്റമോൾ 300 250 കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻസ്. പിന്നെ ചില കഫ് സിറപ്പുകൾ മറ്റേതിലൊക്കെ ഓപ്പോസിറ്റ് ഇഫക്റ്റുള്ള കഫം പുറത്തേക്ക് വരാനുള്ളതും കഫം പുറത്തേക്ക് വരാത്തതുമായിട്ടുള്ള മരുന്നുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള കഫ് സിറപ്പുകളുണ്ട് അല്ലേ. നിങ്ങൾ അതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ പിന്നെ ആൻറ്റിബയോട്ടിക്സ് മിക്സ് ചെയ്യാൻ പാടില്ലാത്ത 2 ആൻറ്റിബയോട്ടിക്സിന് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ലിസ്റ്റ് നിങ്ങൾ ബാൻ ഡ്രഗ്സ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 1000 ചില്ലാനോ അല്ല ഇഷ്ടംപോലെ കാണാം, നമ്പേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടാവും. അത് പലതരം കമ്പനികൾ ഇറക്കുന്ന അശാസ്ത്രീയമായ കോമ്പിനേഷൻസിനെയാണ് ഈ ബാൻഡ് ഡ്രഗ്സിൽ പെടുത്തുന്നത്. അതല്ലാതെ ബാൻ ചെയ്തു അല്ലെങ്കിൽ പിൻവലിച്ചു എന്നുള്ള മരുന്നുകൾ വളരെ വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്നത്ര അപ്പോഴും ഉണ്ട്. കൊല്ലത്തിൽ 1 or 2 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു നിമുസിലൈഡ് എന്നുള്ള മരുന്ന് വേദന സംഹാരിയാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക ഡോസേജ് മാത്രമാണ് പിൻവലിച്ചത് തോന്നുന്നു. നിമുസിലൈഡിന് ഒരു പണ്ട് വളരെ പോപ്പുലർ ആയിരുന്നൊരു വേദന സംഹാരിയായിരുന്നു. പക്ഷേ അത് കുറച്ച് കാലത്ത് ഉപയോഗിച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ആദ്യത്തെ ട്രയലിലൊന്നും പ്രശ്നങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പിന്നീട് ഉപയോഗത്തിന് ശേഷം ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അതിന് ഗുണങ്ങളുണ്ടെങ്കിൽ, നല്ല ഗുണമുണ്ടെങ്കിലും ഞാനും എനിക്ക് തോന്നുന്നു 2000-2002 പനി വന്ന് ഞാൻ നിമുസിലൈഡ് കഴിച്ചിട്ടുണ്ട്. നല്ല പനിയൊക്കെ പെട്ടെന്ന് മാറും. പക്ഷേ നമുക്ക് അതിന് ലിവറിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, ബ്ലാഡറിലെ പ്രോബ്ലംസ് ഉണ്ട്, കിഡ്നിയുടെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് മനസ്സിലാവുകയും അത് പിൻവലിക്കുകയും ചെയ്തു. അതുപോലെ ഒരു മരുന്നാണ് ഇപ്പോൾ നമ്മൾ BP ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പോൾ എല്ലാ ആയുഷ്
മരുന്നിൻ്റെ BP-യുടെ മരുന്നെന്ന് പറഞ്ഞാൽ സർപ്പഗന്ധി, റിസർപ്പിനാണ്. നമ്മുടെ ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലും ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലും BP-ക്കുള്ള മരുന്നെന്ന് പറഞ്ഞാൽ കാർഡിയോസ്റ്റാറ്റ്, കാർഡിയോ ടാബ്, കാർഡിയോ താഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡുണ്ട്. ഒക്കെ സർപ്പഗന്ധി അല്ലെങ്കിൽ റിസർപ്പിൻ എന്ന സാധനമാണ്. ഇത് മോഡേൺ മെഡിസിനിൽ വന്ന ഒരു മരുന്നാണ്. മോഡേൺ മെഡിസിനിലെ ഡോക്ടർ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ബോംബെ ഹോസ്പിറ്റൽ ഡോക്ടർ വക്കീലാണ് ഇതിന് BP കുറയ്ക്കാൻ സഹായിക്കുന്നത് മനസ്സിലാക്കിയത്. എന്നിട്ട് BP-ക്ക് മരുന്നായിട്ട് അഡൽഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് സാറിനൊക്കെ ഓർമ്മയുണ്ടാവും. അഡൽഫൈനും അഡൽഫൈൻ സിൻഡെക്സും. ആ മരുന്ന് 60-കളിലും 70-കളിലൊക്കെ BP-ക്ക് ആ ഒരു മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ BP-ക്ക് ഒരുപാട് വേറെ മരുന്നുകൾ വന്നു. അഡൽഫൈന് കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഏത് മരുന്നിനും 10-20 വർഷം നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും, ഭീകര പ്രശ്നങ്ങളല്ല, അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നതല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും അതിനേക്കാട്ടിലും ഗുണമുള്ള തീരെ പ്രശ്നങ്ങളില്ലാത്ത മരുന്നുകൾ കൂടുതൽ കണ്ടുപിടിക്കുമ്പോൾ പഴയതുമെല്ലാം പ്രത്യക്ഷമാകും. ഇപ്പോൾ അഡൽഫൈൻ ഇപ്പോഴും ബാൻ ചെയ്തിട്ടൊന്നുമില്ല എന്ന് എൻ്റെ അറിവ്. പക്ഷേ ഒരു മോഡേൺ മെഡിസിൻ കമ്പനി ഇറക്കുന്നില്ല, ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറും എഴുതാറില്ല. എന്നാൽ എല്ലാ ആയുഷ് ഇതിൽ നിന്നും കിട്ടുന്ന മരുന്ന് അതാണ്. അതിന് ഡിപ്രഷൻ ഉണ്ടാക്കാൻ ചെറിയ സാധ്യതയുണ്ട്, അൾസർ കൂട്ടാൻ സാധ്യതയുണ്ട്, ആസ്മ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ഉള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് എഴുതാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, സയൻസ് നമ്മൾ റിഫൈൻ ചെയ്ത് കൺഫ്യൂസ്, അതായത് നമ്മൾ സത്യത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പഠനങ്ങൾ നിരീക്ഷണങ്ങൾ വഴി ഒന്ന് നമ്മളിപ്പോൾ പണ്ട് ലിഗ്നോക്കെയിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുകയായിരുന്നു. ഇന്ന് അത് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, 70-കളിൽ കൊടുക്കുകയായിരുന്നു ലിഗ്നോക്കെയിൻ. എന്തിനാണ് ലിഗ്നോക്കെയിൻ കൊടുത്താൽ? വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഹാർട്ട് പെട്ടെന്ന് വല്ലാതെ ഫാസ്റ്റായിട്ട് അടിച്ചിട്ട് ഹൃദയ സ്തംഭനം വരുന്നത് തടയാൻ വേണ്ടിയാണ്. അന്നത് യൂസ്ഫുൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് വേറെ മരുന്നുകളുണ്ട്. എന്ന് മാത്രമല്ല, ലിഗ്നോക്കെയിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ദോഷങ്ങളാണ് കൂടുതൽ, ഗുണങ്ങളുള്ള കൂടുതൽ മരുന്നുകളിലോണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാറ്റങ്ങൾ വരുന്നു, മരുന്നുകൾ കൂടുതൽ റിഫൈൻഡ് ആവുന്നു, പഴയ മരുന്നുകൾ വിഡ്രോ ചെയ്യപ്പെടുന്നു. എന്നാൽ റിഫൈൻഡ് അല്ലാതെ യാതൊരു മാറ്റവും ഇല്ലാത്ത ആയുഷ് മരുന്നുകളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ യാതൊരു പഠനങ്ങൾ നടക്കുന്നില്ല. എത്രത്തോളം ലിവർ ഡാമേജ് വന്നാലും കിഡ്നി ഡാമേജ് വന്നാലോ അതുകൊണ്ടാണ് എന്ന് ആരും പറഞ്ഞ് അത് വിഡ്രോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് സങ്കടകരമായൊരു അവസ്ഥ. ഈ ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറിക്കൊണ്ടേയിരിക്കും. അത് മെഡിസിൻ്റെ മാത്രമല്ല. നമ്മളൊക്കെ വീട്ടിൽ പണ്ട് ഇൻകാൻഡസെൻ്റ് ബൾബാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് LED ആയി, LCD ആയി. ഇപ്പോൾ ഇൻകാൻഡസെൻ്റ് ബൾബ് എന്താ കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? പണ്ടത്തെ കാറ് മാറുന്നില്ലേ? കാറ് മാറി, പെട്രോൾ കാറ് മാറി, ഡീസലായി, ഇനിയിപ്പോൾ ഇലക്ട്രിക് കാറായി, ഇനി ഒരു ഡ്രൈവർ ഇല്ലാത്ത കാർ വരാൻ പോവാണ്. അത് വരുമ്പോഴത്തേക്ക് അന്നൊരു പെട്രോൾ കാർ വേണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പം തന്നെ പറയുന്നത് 2050 ആകുമ്പം അമേരിക്കയിലൊക്കെ കാർ ഓടിക്കുന്നത് കുറ്റമായിരിക്കും. കാരണം ഡ്രൈവർലെസ് കാറ് അന്ന് ഓടിക്കുകയുള്ളൂ. കാർ ഓടിക്കുന്നത് ക്രൈമായിട്ട് മാറും. അപ്പോൾ ഇമാതിരിയാണ് ശാസ്ത്രം ശാസ്ത്രം മുമ്പോട്ട് പോകുമ്പം നമ്മളാരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ മെതിയടിയിട്ടുണ്ട് അല്ലല്ലോ വന്നത്. അത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ മെതിയടിയിട്ടാണ് നടന്നത്. ഓലക്കുട പിടിച്ച് നടന്നു, ഗുരുകുലത്തിൽ പോയി. ഇപ്പം നമ്മുടെയൊക്കെ മക്കളെന്തുകൊണ്ടാണ് ഗുരുകുലത്തിൽ വിടാത്തത്? ഗുരുകുലില്ല. അപ്പം സയൻസ് പുതിയ ടെക്നോളജി കണ്ടുപിടിക്കും, നമ്മുടെ ജീവിതം അതനുസരിച്ച് മാറും. പുതിയ മരുന്നുകൾ വരുമ്പോൾ പഴയ മരുന്നുകളെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചികിത്സ വരും, കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ അത് ഫേസ് ഔട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇൻകാൻഡസെൻ്റ് ബൾബും LED ലാമ്പും ഫേസ് ഔട്ട് ചെയ്ത മാതിരി ഇത് ഫേസ് ഔട്ട് ചെയ്ത് പോകുന്നതാണ്. അത് മരുന്നിന് മാത്രമല്ല, ഓപ്പറേഷനുകളും മാറിയിട്ടുണ്ട്. പണ്ട് സർജറി വെച്ചിട്ട് വയറ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന സർജറി മാറി. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് ആയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് ആയുർവേദക്കാർ അറിയാത്തതുകൊണ്ടാണ് അത് പ്രചാരണം കൊടുക്കാത്തത്. പണ്ട് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഒരു സുഷിരത്തിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്താ പറയാത്തത്? അതും മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മെഡിക്കൽ പ്രൊസീജിയർ, മെഡിക്കൽ ടെക്നോളജി തന്നെ അങ്ങ് മാറി. എഞ്ചിനീയറിംഗ് ടെക്നോളജി മാറിയ മാതിരി ബാക്കി എല്ലാ ടെക്നോളജിയും മാറിയത് മാതിരി ഇതും മാറിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ബാൻ എന്നൊക്കെ പറയുന്നത് ഡോക്ടർ പറഞ്ഞ മാതിരിയാണ്, അതിനോട് യോജിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഡോക്ടർമാർ ലക്ഷണങ്ങൾ കണ്ട് രോഗം നിർണ്ണയിക്കുവാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലും എക്സ്റേ, സ്കാനിങ് മുതലായവ നിർദ്ദേശിക്കുക വഴി ചികിത്സാ ചെലവ് വളരെ കൂടുന്നു എന്ന ആരോപണത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഒന്ന്, ഇപ്പം ഞാനിപ്പോൾ ഒരു 10-30 വർഷമായിട്ട്, അല്ല 25 മുതൽ 30 വർഷം പ്രാക്ടീസ് ഉണ്ട്. ഞാൻ പണ്ട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് താലൂക്ക് ആശുപത്രിയിൽ എൻ്റെ ഓർമ്മയിൽ ECG ഉണ്ട്, എക്സ്റേ ഇല്ല, ലാബുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് ഒരു 200-300 പേരെ ഒരു ദിവസം ഒരു 3-4-5 മണിക്കൂറോട് നോക്കണം. അപ്പോൾ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് ചികിത്സിക്കാം. ഓക്കെ, ആളുകളും ഹാപ്പിയാണ്, സൗജന്യ ചികിത്സയാണ്, നമ്മൾ ദേ ഹാപ്പി, നമ്മൾ അത്യാവശ്യം ട്രീറ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡിമാൻഡിങ് ആണ്. ഇപ്പോൾ ഒരാൾ ചുമയും കഫക്കെട്ടായിട്ട് വന്നു,
അപ്പോൾ അവരാദ്യം തന്നെ ചാറ്റ് GPT ഒക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ന്യൂമോണിയ ആണോ, ബ്രോങ്കൈറ്റിസ് ആണോ, മറ്റതാണോ മറിച്ചാണോ ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് ഇരിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ സ്വകാര്യ മേഖലയിലാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഫസ്റ്റ് തന്നെ പലപ്പോഴും ഭൂരിഭാഗം 2 ദിവസത്തെ പനി ചുമ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി വൈറലായിരിക്കും. പാരസെറ്റമോളും ചെറിയൊരു ആൻറ്റി ഹിസ്റ്റമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ചുമയുടെ മരുന്നോ കഴിച്ചിട്ട് നമുക്കൊരു 3 ദിവസം 4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അവർ പറയില്ല സാറേ നാളെ ഞാൻ മൂന്നാറിലേക്ക് പോവുകയാണ്, ഞങ്ങൾ 4 ദിവസത്തെ ട്രിപ്പാണ്, എനിക്കിപ്പോൾ ന്യൂമോണിയ ഉണ്ടോ എന്ന് അറിയണം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകളൊക്കെ എഴുതാറുണ്ട്. എല്ലാവർക്കും നിർബന്ധമായിട്ട് ടെസ്റ്റ് എഴുതാറുമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ സൗകര്യങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ അടുത്ത് തന്നെ എക്സ്റേ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ആളുകൾക്ക് അത്യാവശ്യം പൈസയുണ്ട്, അവർക്ക് ചിലവാക്കാൻ മടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് മൂന്നാറിലെത്തിയിട്ട് പ്രശ്നങ്ങൾ വരണ്ട, നമുക്ക് ഇപ്പം തന്നെ നോക്കാം എന്നില്ല. ചിലപ്പോൾ ഇപ്പം നോക്കിയാൽ കിട്ടണമെന്നില്ല വേറെ കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ചുമയും ജലദോഷമായിട്ട് വരുന്ന ഒരാളുടെ ആദ്യത്തെ ദിവസം എക്സ്റേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, 4ാമത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരിക. അപ്പം അതുകൊണ്ട് അത് ഡോക്ടർമാർ അവർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല. പൊതുവേ ജനങ്ങളുടെ ഒരു ആവശ്യം ഡിമാൻഡിങ് ആണ് കൂടുതലായിട്ട്. 2 നമുക്ക് സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ മിസ് ചെയ്യരുതെന്ന് നമുക്ക് കുറച്ചുകൂടി ഉണ്ട്. പണ്ട് മിസ് ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് മിസ് ചെയ്താൽ നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സാധാരണ ഉദാഹരണം, ഒരു തലവേദനയായിട്ട് എൻ്റെ അടുത്ത് വന്നാലോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും 2 രീതിയിലായിരിക്കും മാനേജ് ചെയ്യുക. ന്യൂറോളജിസ്റ്റ് എന്തായാലും ഒരു CT സ്കാൻ എഴുതും. ഇപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് ഹെഡേക്ക് കാര്യമായ പ്രശ്നമില്ല എന്ന് പറയണമെങ്കിൽ CT സ്കാൻ ഇല്ലാതെ ന്യൂറോളജിസ്റ്റ് പറയാൻ സാധ്യതയില്ല. വി ആർ ഗോയിങ് ഫോർ എ സബ് സ്പെഷ്യലിസ്റ്റ്. അത്രയും സബ് സ്പെഷ്യലിസ്റ്റ് അടുത്ത് പോകുമ്പോൾ ആ സബ് സ്പെഷ്യലിസ്റ്റ് മിസ് ചെയ്യാനേ പാടില്ല. ഇപ്പോൾ ഒരു ജനറൽ പ്രാക്ടീഷണറായിട്ട് ഒരാൾക്ക് ശരി തലവേദന, അത് ചിലപ്പോൾ മൈഗ്രെയിൻ ആയിരിക്കും, ടെൻഷൻ ഹെഡേക്ക് ആയിരിക്കും, പാരസെറ്റമോൾ കഴിച്ചിട്ട് നോക്കൂ, കുറവില്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആരെടുത്ത് പോകുന്നു എന്നും കൂടി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എത്ര ടെസ്റ്റുകൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് പലപ്പോഴും നേരിട്ട് തന്നെ ഗ്യാസ് ആണെങ്കിലും കാർഡിയോളജിസ്റ്റിനടുത്ത് പോയിട്ട് ട്രെഡ്മില്ലും എക്കോവും ചിലപ്പോൾ ആൻജിയോയും ചെയ്തിട്ട് ഗ്യാസ് ആണെന്ന് പറഞ്ഞു വരുന്നത്. അത് നിങ്ങളൊരു ജനറൽ പ്രാക്ടീഷണർ അടുത്ത് പോയിരുന്നുവെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ECG നോക്കിയിട്ട് കുഴപ്പമില്ല പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒതുങ്ങുമായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ചെറിയൊരു എൻ്റെ അനുഭവത്തിൽ നിന്നൊരു സംഭവം പറയാം. ഞാനൊക്കെ 70കളിൽ വൈദ്യശാസ്ത്രം പഠിച്ചിട്ട് പുറത്തു വന്ന ആൾക്കാരാണ്. 70കളിലൊക്കെ രോഗികൾ, ഞാനൊക്കെ അന്ന് ജൂനിയറാണ്, ഞാൻ എൻ്റെ അടുക്കലോ അല്ലെങ്കിൽ എൻ്റെ സീനിയറിൻ്റെ അടുക്കലോ ഒക്കെ വന്നിട്ട് പോകുമ്പം അവർ പൊതുവെ പറയുന്നത് ആ ഡോക്ടർ നല്ല വിശദമായി പരിശോധിച്ചു എന്നാണ്. അപ്പോൾ പരിശോധനയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ക്രിട്ടിക്കാലിറ്റി മെഡിസിൻ്റെ. അത് ഇപ്പോൾ 2000 ആയപ്പോഴത്തേക്ക് രോഗികൾ വന്നിട്ട് പോകുമ്പോൾ പറയുന്നത് ആ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അതാണ് അവരുടെ സാറ്റിസ്ഫാക്ഷനാണ്. കേരളത്തിൽ തന്നെ വെറും സാധാരണ ഡയബറ്റീസ് ഒരു GP എടുക്കലോ അല്ലെങ്കിൽ ഫിസിഷ്യൻ എടുക്കലോ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എനിക്ക് നേരിട്ടറിയാവുന്ന അനേകം പേര് എല്ലാ 6 മാസം കൂടുമ്പോൾ ചെന്നൈയിൽ പോകും. അവിടെ ഒരു വലിയൊരു ഡയബറ്റോളജി സെൻ്ററുണ്ട്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടെസ്റ്റിംഗാണ്. അത്രയും ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ചെന്നൈ അപ്പോൾ എന്തുമാത്രം മെഡിക്കൽ കോസ്റ്റ് കൂടുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര, അവിടുത്തെ ഒരു ദിവസത്തെ താമസം, ഹോട്ടൽ ചിലവ്, പിന്നെ അവിടുത്തെ ഇത് ടെസ്റ്റിംഗ് കിട്ടുന്നു, അതിൻ്റെ റിപ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചുകൂടെ വന്നു. അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഡയബറ്റീസ് കൺട്രോൾ ആയെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു കാര്യമാണ്. അതിന് നമുക്കിവിടെ ബ്ലഡ് ഷുഗറും HbA1c നോക്കിയാൽ മതി. അതല്ല നോക്കുന്നത്. അവരെ മൊത്തത്തിലുള്ള ആ ഫിനോമിനൻ, അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഇതെല്ലാം കൂടെ എല്ലാ പാക്കേജ് ഉണ്ടല്ലോ, ആ പാക്കേജിലാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ട്. ഒരു തലമുറക്കാലം കൊണ്ട് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ നിന്നും അതിനെ അപ്രോച്ച് ചെയ്യുന്ന രോഗി എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മാറിയിട്ടുണ്ട്. അത് മാറുന്നതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മാറുന്നുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു വശമുണ്ടല്ലോ.